അരുവിക്കര മണ്ഡലത്തിലെ ഏറ്റവും വലിയ വ്യവസായശാലകളിലൊന്നായ ബോണക്കാട് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയിട്ട് 1.5 പതിറ്റാണ്ട് പിന്നിടുന്നു. ഉടമയും സർക്കാരും കൈവിട്ടതോടെ എസ്റ്റേറ്റിൽ അവശേഷിക്കുന്ന 200ഓളം കുടുംബങ്ങൾ തീരാ ദുരിതത്തിലാണ്. മണ്ഡലത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജീവിത നിലവാരം എങ്ങനെയെന്ന് റിപ്പോർട്ടർ അന്വേഷിക്കുകയാണ്. അരുവിക്കരയിലെ വികസനം എവിടെ വരെ? മണ്ഡലത്തിന്റെ ഉൾനാടുകളിലൂടെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. അരുവിക്കര മണ്ഡലത്തിലെ സുന്ദര മേഖലകളിലൊന്നായ ബോണക്കാട്ടേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മനോഹര ഗ്രാമം. മുംബൈ ആസ്ഥാനമായ മഹാവീർ പ്ലാന്റേഷൻസിന്റെ ഉടമസ്ഥയിലുള്ള തേയില ഫാക്ടറി 1998 അടച്ചുപൂട്ടിയത്. സർക്കാർ തലത്തിലും പുറത്തുമെല്ലാം ചർച്ചകൾ തകൃതിയായി നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ശമ്പള കുടിശ്ശികയും പ്രൊവിഡന്റ് ഫണ്ടും അടക്കം ലക്ഷങ്ങളാണ് തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത്. അവരിതുവരെയും പ്രൊവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ല. അടയ്ക്കാത്ത കാരണം കൊണ്ട് ആർക്കും ഈ പൈസ പ്രൊവിഡന്റ് ഫണ്ടിന് ലോൺ എടുക്കാനോ റിട്ടയർഡായി 60 വയസ്സായവർക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ കഴിയുന്നില്ല. 2 ലക്ഷം രൂപ വരെ ഒരു തൊഴിലാളിക്ക് കുറഞ്ഞതും കിട്ടാനുണ്ട്. എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം കൈമാറുക, സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങി നിരവധി ഫോർമുലകൾ 1.5 പതിറ്റാണ്ടിനിടയിൽ ഉരുത്തിരിഞ്ഞു. എന്നാൽ വിഷയം പരിഹരിക്കാതെ സർക്കാരും ഉടമയും ഒത്തുകളിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് വോട്ടിന് വരും പറയും നിങ്ങളോടൊപ്പം കാണും, എന്നെ ജയിപ്പിക്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ജയിപ്പിച്ചില്ല. അതേപോലെ തന്നെ കാർത്തികൻ ജയിച്ച സമയത്ത് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ടില്ല, ഞങ്ങളെ കണ്ടിട്ടുമില്ല. പ്രതിസന്ധിയുടെ ആദ്യഘട്ടങ്ങളിൽ തൊഴിലാളികൾ സ്വന്തം നിലയിൽ കൊളുന്തുന്നുള്ളി ജീവിതം തള്ളിനീക്കി. പരിചരണം നിലച്ചതോടെ കാട് കയറി തോട്ടം നശിച്ചു, വരുമാനവും നിലച്ചു. എസ്റ്റേറ്റിന് പുറത്ത് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കുടുംബങ്ങൾ എസ്റ്റേറ്റിനുള്ളിൽ തടവുകാരായി കഴിയുന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ ജീവനോപാധിയായിരുന്ന ഈ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പുകൾ പലത് കഴിഞ്ഞിരിക്കുന്നു. മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി പതിവ് പോലെ രാഷ്ട്രീയക്കാർ ഇത്തവണയും എത്തും. എന്നാൽ വോട്ട് കുത്തുന്ന കാര്യത്തിൽ തൊഴിലാളികൾ ഒരു വട്ടം കൂടി ആലോചിക്കും. ബോണക്കാട് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.